തെരുവുനായ പ്രേമികൾക്ക് പിന്നിൽ മരുന്ന് ലോബിയുടെ കളികളുണ്ടോ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ CR നീലകണ്ഠൻ, മരുന്ന് ലോബികളുടെ റോളിനെ പറ്റി പല ഘട്ടങ്ങളിലും സംശയങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, മരുന്ന് ലോബികൾ ഉണ്ടോ എന്നുള്ളത് ഇതെപ്പോഴും നമ്മുടെ നാട്ടിൽ ഏത് സംവാദം വന്നാലും നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാത്തവരൊക്കെ ലോബിയുടെ ആളുകളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഇപ്പോൾ കൊച്ചോസഫ് ചിറ്റലപ്പള്ളിയെ പോലെയുള്ള വളരെ മാന്യന്മാരായ ആളുകൾ, അദ്ദേഹം എന്തിനാ ഇങ്ങനെ ആരോപിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വൈകാരികത എനിക്ക് മനസ്സിലാക്കാം, ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാൻ നായകളെ കൊല്ലുന്നതിന് എതിരായ ആളല്ല. പക്ഷേ നായകളെ കൊന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന വാദം ശാസ്ത്രീയമായി ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ മൃഗസ്നേഹത്തിൻ്റെയോ പട്ടി സ്നേഹത്തിൻ്റെയോ, പട്ടിയെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ, ഇപ്പോഴല്ല എന്നും. എനിക്ക് പട്ടി, ഞാൻ ഈ പറഞ്ഞതുപോലെ പട്ടി മനുഷ്യനെ ഒരാവശ്യമില്ലാണ്ട് ആക്രമിക്കുന്ന ഇന്നും വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിന് പല കാരണങ്ങളുമുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകണില്ല. എന്തായാലും ഇവിടെ വളരെ കൃത്യമായും പരിഹാരം എന്താണ് എന്ന് ശാസ്ത്രീയമായി തേടേണ്ടത്. മന്ത്രി പറഞ്ഞതിനോട് ഞാൻ 100% ഇക്കാര്യത്തിൽ യോജിക്കുന്നു. വളരെ മുമ്പേ ചെയ്യേണ്ട കാര്യമാണ്. സ്ട്രേ ഉണ്ടാകാനേ പാടില്ല ഒരു സമൂഹത്തിൽ. സ്ട്രേ ഡോഗ്സ് ഉണ്ടാകാതെ അവയെ സംരക്ഷിക്കണം. പക്ഷേ അവിടെ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മാലിന്യമാണ്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് മരുന്ന് ലോബിയാണ്. നമുക്ക് മരുന്ന് ലോബിക്ക് എന്താ പ്രശ്നം? ഇവിടെ എത്ര മരുന്ന് ചിലവാകുന്നുണ്ട്? മരുന്ന് ചിലവാകുന്നതും ചിലവാകാതിരിക്കുന്നതും ഒക്കെ വേറെയാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളിൽ മരുന്ന് ലോബിയുണ്ട്. ഡെങ്കുപ്പനി വന്നു, എലിപ്പനി വന്നു, ഒരുപാട് രോഗങ്ങൾ ഈ രാജ്യത്ത് വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആശുപത്രിയിലായ അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരെങ്കിലും കൊതുകിനെ കൊല്ലാൻ തീരുമാനിച്ചോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീരുമാനിച്ചോ? മരുന്ന് ലോബിയുടെ കാര്യമാണെന്ന് പറഞ്ഞോ? ഇവിടെ മാലിന്യം ഇടുന്നവർ, ഞാൻ പറയുന്നു മാലിന്യം ഇടുന്നവരാണ് മരുന്ന് ലോബിയുടെ ആളുകൾ. മാലിന്യം ഇടുന്നവർ മരുന്ന് ലോബിക്കും അതുപോലെയുള്ള ആളുകളാണ്. അവരെക്കുറിച്ച് എന്താ ഇവർ പറയാത്തത്? അപ്പോൾ അടിസ്ഥാന കാരണം പറയാതെ മറ്റ് കാരണങ്ങളിലേക്ക് പോകുമ്പോൾ വേണു ഇത് വഴിതെറ്റിപ്പോകും. ഇത് വൈകാരികമായല്ല കണ്ടത്. പട്ടി സ്നേഹി അങ്ങനെയൊന്നും പറയണ്ട. പട്ടി സ്നേഹികളായ ആളുകൾ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. സ്വന്തം വീട്ടിൽ പട്ടിയൊക്കെ എടുത്ത് ഓർക്കുന്ന ആളുകളുണ്ട്. അതല്ല വിഷയം. അത്തരം വാക്കുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വിനയപൂർവ്വ അഭിപ്രായം. സൊല്യൂഷൻ നമുക്ക് കാണണം. അതിനു വേണ്ടി പോകുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവരെ വീഴ്ത്തുന്നത് ശരിയല്ല. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, മന്ത്രി പറയുന്നത് കേട്ടല്ലോ, കേരളത്തിൻ്റെ ആശങ്കകൾ കൃത്യമായി ഉന്നത നീതിപീഠത്തിൻ്റെ മുൻപാകെ അറിയിച്ചിട്ടുണ്ട് എന്ന്. അതിലൊരു വീഴ്ച വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സർക്കാരിന് സാധ്യമായ കാര്യങ്ങൾ സങ്കീർണമാണ്, പുതിയ സാഹചര്യം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ അടുത്ത 5 വർഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നതിൽ ഊർജിതമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു. അല്ല, മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അറിയിച്ചോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അതിനുള്ള നടപടി എടുത്തിട്ടുണ്ടാവാം. നമ്മളെല്ലാവരും പത്രത്തിലൂടെയോ അല്ലാതെയോ അറിഞ്ഞതാണ്. സുപ്രീം കോടതി തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പം നമുക്കൊന്നും ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടിയ വിവരമാണ്. അതുകൊണ്ട് അത് അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ അവിശ്വസിക്കുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞ 5 കൊല്ലം കൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമത്തെയും അതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതും തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷേ വേണു, ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മുടെ ഭരണകൂടങ്ങൾ, അത് കേന്ദ്രമോ സംസ്ഥാനമോ എന്തോ ആയിക്കോട്ടെ, കാലാകാലങ്ങളിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ഭരണകൂടങ്ങൾ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറേ മേഖലകൾ കോടതി ഏറ്റെടുത്തു. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണം. 2, ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ സംരക്ഷണം, കാടിൻ്റെ സംരക്ഷണം, അതുപോലെ ഈ സോണുകൾ, നമ്മുടെ മറ്റ് സോണുകൾ, വെള്ളത്തിൻ്റെ കടലിനോട് ബന്ധപ്പെട്ട തീരങ്ങൾ, ഇതൊക്കെ അവരേറ്റെടുക്കുകയും ഇന്നൊരു ഫോറസ്റ്റ് വേറൊന്നും ഉപയോഗിക്കണമെങ്കിൽ സുപ്രീം കോടതി ഗൈഡ് ലൈൻ അപ്പുറം പോകാൻ സാധിക്കില്ല. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടും ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതുകൊണ്ടുമാണ് അതിൽപ്പെട്ട ഒന്നായിട്ട് ഇത് മാറി. അതുകൊണ്ടാണ് 2008 കേസ് പറയുന്നില്ലേ. അങ്ങനെ വരുമ്പോൾ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് എടുത്തു കളയാൻ സുപ്രീം കോടതിക്കോ ഭരണകൂടങ്ങൾക്കോ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ അപകടകരമായ സ്ഥിതി ഉണ്ടായാൽ ആക്ട് ചെയ്യേണ്ടവർ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള സംസ്ഥാന ഭരണകൂടമാണ്. അവരത് ചെയ്യേണ്ടതാണ്. 5 കൊല്ലത്തെ പരിപാടി അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് അത് നല്ലതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് എന്തു ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കെടുകാര്യസ്ഥതയില്ലേ,
അവിടെ നമ്മൾ പരാജിതരാവുകയല്ലേ, ജനജീവനം സുരക്ഷിതമല്ലാത്ത അവസ്ഥ ഉണ്ടാകുകയല്ലേ എന്നുള്ള ഒരു കാര്യം. മറുഭാഗത്ത് താങ്കൾ ഇതിൽ ചർച്ച പങ്കെടുക്കുന്ന മാവേലി എൻ്റെ പാർട്ടി ചേർന്ന ആളാണ് ഒരു ഘട്ടത്തിൽ, എനിക്കതൊക്കെ അറിയാം. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അവരെ അതിന് വിട്ട് അവർ ഈ പോകുന്ന പ്രവണത ശരിയല്ല. പണക്കാരാണ്, സമ്പന്നരാണ്, അതുകൊണ്ട് എന്താ, സമ്പന്നരായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ സമൂഹം പോലെ, വെസ്റ്റേൺ സമൂഹം പോലെ ഇന്ത്യ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? കേരളത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ അതിന് വിട്ട് നമ്മുടെ ലക്ഷ്മണ രേഖ ലംഘിച്ചുകൊണ്ടുള്ള ഈ കമന്റുകൾ പട്ടിപ്രേമി. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. എനിക്ക് ശ്രീ കെ ടി ജലീലിനോട് 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ശ്രീ കെ ടി ജലീൽ, ഒന്ന്, അങ്ങിന്ന് മേനകാ ഗാന്ധിക്ക് കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. പക്ഷേ മേനകാ ഗാന്ധി മുൻപൊരിക്കൽ ഇതുപോലെ തന്നെ ഈ വിഷയങ്ങൾ സജീവമായ ഘട്ടത്തിൽ നടത്തിയൊരു പ്രതികരണമുണ്ട്. ഈ ആനിമൽ ബർത്ത് കൺട്രോൾ എന്തുകൊണ്ട് നാം കാര്യക്ഷമമായി നടത്തിയില്ല? അതിനുള്ള സഹായധനമുണ്ടല്ലോ, കേന്ദ്ര ഫണ്ടുണ്ടല്ലോ, അതെന്തുകൊണ്ട് കേരളം വിനിയോഗിക്കാതെ പോവുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ഉണ്ടായി? നമുക്ക് എന്താണ് അതിനുള്ള മറുപടി? അങ്ങനെ പ്രത്യേകമായി അനിമൽ ബർത്ത് കൺട്രോളിന് കേന്ദ്രത്തിൻ്റെ സഹായമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതിന് നമ്മളുടെ പ്ലാൻ ഫണ്ട് തന്നെയാണ് നമ്മൾ നീക്കിവെക്കുന്നത്. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. ശുചിത്വത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട്. പക്ഷേ ABC കൺട്രോളിന് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് പണം മറ്റു പല കാര്യങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിനും വേണ്ടി നീക്കിവെക്കാം. നേരത്തെയൊന്നും ഈ പ്രശ്നം ഇല്ലാതിരുന്നത് കൊണ്ട് ABC കൺട്രോളിന് അധികമൊന്നും പണം ആരും നീക്കിവെച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ശ്രീമതി മേനകാ ഗാന്ധി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് ഫലപ്രദമായി വിനിയോഗിക്കുകയും ഈ നിയന്ത്രണം നടപ്പിലാക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. നമ്മുടെ ഒരു ദീർഘകാല അലംഭാവം കൊണ്ടാണ് നമുക്ക് ഇന്നീ ഗതി വരുന്നത്. പക്ഷെ നാം ആകട്ടെ അത് സമ്മതിക്കാതെ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസം ഉണ്ടായിരിക്കുന്നു, ഇനി അതിവേഗത്തിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിഴവ് നമുക്കല്ലേ? കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കാലത്തെ നമുക്ക് തിരിച്ചു പിടിച്ച് ഇന്നലത്തെ കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. ഭാവിയിൽ ഇത് വരാതെ നോക്കാൻ എന്തുണ്ട് മാർഗം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ജസ്റ്റിസ് സിരിജഗൻ തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ പല ആളുകൾ പറഞ്ഞൊരു പരാതി അങ്ങ് അടിയന്തര ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതാണ്. ഇവർ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ തെരുവുനായ്ക്കൂട്ടത്താൽ ആക്രമിക്കപ്പെടുന്നു, ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, പക്ഷേ അതപ്പോൾ ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്നതല്ലാതെ ഒരു പരിചരണവും ഒരു സഹായവും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന്. അങ്ങ് ഈ സിലുവമ്മയുടെ കാര്യത്തിലായാലും ഇന്ന് ഈ രാഘവൻ്റെ കാര്യത്തിലായാലും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുമല്ലോ. സാധാരണക്കാർ, കിടപ്പാടമില്ലാത്തവർ, അല്ലെങ്കിൽ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തവർ, അവരൊക്കെയാണ് ഒരു ജീവിതത്തിൽ ഒരു അരക്ഷിതത്വം നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി അവർക്ക് ജീവൻ പോലും ബലി കൊടുക്കേണ്ട സ്ഥിതിയും വരുന്നു. അവരെ ഒന്ന് പരിഗണിക്കുക എന്ന ഉത്തരവാദിത്തം എവിടെയാണ് മറന്നു പോകുന്നത് സർക്കാർ? ഒരിക്കലും മറന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യജീവന് പ്രാമുഖ്യം നൽകി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള പെട്ടെന്നുള്ള പോംവഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നായക്കളെ കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ കൊല്ലാൻ ചില ആളുകൾ മുതിർന്നു. അവർക്കെതിരെ കാപ്പ ചുമത്തണമെന്നാണ് ഇപ്പോൾ മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശ്രീധരൻപിള്ള ഒരിക്കലും അതിനോട് യോജിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് നല്ല സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പെട്ടെന്നുള്ള ഒരു നടപടി എന്താണ് സർക്കാരിൽ നിന്ന് ഉണ്ടാവാത്തത്? ഈ പറയുന്ന സ്നേഹിതന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള പെട്ടെന്നുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞാൽ, ആ മന്ത്രിക്കെതിരായി സുപ്രീം കോടതിയിൽ പിന്നെ കേസും കൂട്ടവും ആവില്ലേ? മാത്രമല്ല, ഈ അനിമൽ വെൽഫെയർ ബോർഡ് എന്ന് പറയുന്ന ഒരു കോസി ഗവൺമെൻറ് സ്ഥാപനമാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ കേസ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി ഹാജരാകാൻ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാർ വരെ തയ്യാറാകുന്നു. മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആളുകളില്ലാത്ത, വക്കീലന്മാരില്ലാത്ത ഒരു അവസ്ഥയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി മന്ത്രി, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാജ്മോഹൻ തൻ്റെ പ്രതികരണത്തിലേക്ക്.